സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. സ്മോക്കിംഗ് കിൽസ്. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. ലിക്കർ ഡ്രിങ്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ബി സേഫ്. ഡോണ്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്. ജാഗ്രത, മദ്യപിച്ച് വാഹനം ഓടിക്കരുത്. ഞാനാണ് ഈ ലോകത്തിലെ നിരന്തരമായ റോക്ക് സ്റ്റാർ. പക്ഷേ ഇതറിയാത്ത ചിലർ ഈ നാട്ടിൽ ഞങ്ങളാണ് റോക്കേഴ്സ് എന്നും പറഞ്ഞ് കറങ്ങി നടക്കുന്നുണ്ട്. കണ്ടില്ലേ, ഈ നിൽക്കുന്നവനില്ലേ, ഇവൻ എന്നോട് അത്യാഗ്രഹമാണ്. പക്ഷേ നന്മയ്ക്ക് വേണ്ടിയല്ല, എങ്ങനെയെങ്കിലും കുറുക്കു വഴിയിലൂടെ എന്നെ കരസ്ഥമാക്കാനാണ് നോക്കുന്നത്. ഇറിഡിയം പോലുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടക്കുകയാണിവൻ. സ്വയം അതിബുദ്ധിമാനാണെന്ന് വിചാരിച്ച് നടക്കുന്ന മരമണ്ടൻ. ഇവനെപ്പോലെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ പറ്റിക്കാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ വേറെയും ഉണ്ടാവുമല്ലോ. അതിലൊരുത്തനാണിവൻ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ഇവന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ 500 കോടി 1000 കോടി എന്നുള്ളതാണ്. ഉറക്കത്തിൽ 5000 കോടി 10000 കോടി എന്ന് പിച്ചും പേയും പറയും. അതീവ ബുദ്ധിമാനാണ്, പക്ഷേ ക്രിമിനലാണ്. ഇവൻ ആരാണെന്നറിയുമോ? ഡീസൻ്റായി പറയുകയാണെങ്കിൽ മീഡിയേറ്റർ, ഇൻഡീസൻ്റായി പറയുകയാണെങ്കിൽ കൂട്ടിക്കൊടുപ്പുകാരൻ. ചതിക്കുന്നവനും ചതിയിൽ വീഴുന്നവനും ഇടയിൽ നിന്ന് ചോര ഊറ്റി കുടിക്കുന്നതാണ് ഇവന്റെ ജോലി. പലിശ വാങ്ങുന്നതാണ് ഇവന്റെ സ്വഭാവ സവിശേഷത. ചതിയിലൂടെ എന്നെ സമ്പാദിക്കാൻ നടക്കുന്നവർക്കിടയിൽ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി എന്നെ സമ്പാദിക്കുന്ന റൗഡിയാണിവൻ. പച്ചക്കറി മാർക്കറ്റ് മുതൽ ഹാർബർ വരെ എന്നെ പലിശയ്ക്ക് കൊടുത്ത് സമ്പാദിക്കുന്ന ഡോണാണിവൻ. ഉദ്യോഗസ്ഥർ വാങ്ങുന്ന കൈക്കൂലിയും രാഷ്ട്രീയക്കാർ കൈയിട്ട് വാരുന്ന പണവും ഇവന്റെ സേഫ്റ്റി ലോക്കറിലാണ് ഡെപ്പോസിറ്റ് ആവുന്നത്. ഇവരാണ് ഉഡായിപ്പ് കപ്പിൾ. എന്നെ സമ്പാദിക്കാൻ വേണ്ടി ഉഡായിപ്പ് പരിപാടികൾ ചെയ്യുന്ന കപ്പിൾ. സ്ത്രീ പുരുഷന്മാരുടെ ബലഹീനതകൾ മുതലെടുത്ത് എന്നെ സമ്പാദിക്കുന്നതാണ് ഇവരുടെ കുടുംബത്തൊഴിൽ. രാഷ്ട്രീയക്കാരൻ. എന്നെ സമ്പാദിക്കാൻ വേണ്ടി മാത്രം രാഷ്ട്രീയത്തിലിറങ്ങിയവനാണിവൻ. ഇവനെ കണ്ടാൽ തന്നെ എനിക്ക് എരിഞ്ഞു കയറാൻ തുടങ്ങും. ജനങ്ങളുടെ വയറ്റത്തടിച്ചെന്നെ സമ്പാദിക്കുന്ന ഇവന്റെ വയറ്റത്തടിക്കാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. നല്ല കുട്ടിയാണ്, പക്ഷേ ഇവളുടെ ഭാവി ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നു. കാരണം അങ്ങനെ ഒരു പ്രശ്നത്തിലാണ് ഇവൾ അകപ്പെട്ടിരിക്കുന്നത്. ഇവളെ രക്ഷിക്കാൻ ഒരു സൂപ്പർ ഹീറോയോ അല്ലെങ്കിൽ ഒരു സാധാരണ ഹീറോയോ വന്നാൽ മാത്രമേ നടക്കൂ. തെറ്റിച്ച് ചെയ്യുന്ന നല്ലവനാണിവൻ. ദിവസവും ഒരു ബിയർ കുടിക്കാൻ മാത്രമുള്ള അളവിന് എന്നെ കിട്ടിയാൽ മതി ഇവന്. കാർ റേസാണ് ഇവന്റെ ഹോബി. പെണ്ണുങ്ങളെന്ന് വെച്ചാൽ ഇവന്റെ വീക്ക്നെസ് ആണ്. എന്റെ കാര്യത്തിൽ അത്രയ്ക്ക് അത്യാഗ്രഹമില്ലാത്തതുകൊണ്ട് ഇവനെ എനിക്കൊരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് ഇവനുമായി ഒരു കുത്തുപാട്ട് പാടിയാലോ എന്ന് ഞാൻ ആലോചിക്കുക.
എന്തോ നീ രാവിക്കൊണ്ടിരിക്കുന്നത്? ഒന്ന് വേഗം പരത്തിയേ. പരത്തിക്കൊണ്ടിരിക്കുന്ന കണ്ടില്ലടി. നിങ്ങളുടെ മോന്ത പോലെ കൊണാന്ന് ഇരിപ്പുണ്ട്. വട്ടത്തി പരത്ത്. ഗുഡ് മോർണിംഗ് നവാ. ഞാൻ ഇവിടെ അല്ലടാ ഇരിക്കുന്നേ. അല്ല, നിങ്ങൾ രണ്ടുപേരും ഒരേ ഹൈറ്റിലാണല്ലോ, അതുകൊണ്ട് നായ ഏതാ നിങ്ങൾ ഏതാന്ന് മനസ്സിലാവും. രാത്രി ആയി കഴിഞ്ഞാ 10 ബോട്ടിൽ ബിയറും 15 ഓംലേറ്റും തിന്നുന്ന നിനക്ക് അങ്ങനെ തന്നെ തോന്നും. നിങ്ങൾ അവനെ കണ്ണു വെക്കാതെ. ഇന്നലെ അവൻ എന്തോ വിഷമം ഉണ്ടായിരുന്നോണ്ട് ഇത്തിരി കുടിച്ചിട്ടുണ്ടാവും. എന്താ പറഞ്ഞേ? നല്ല വിഷമം ഉണ്ടായിരുന്നെങ്കിലേ പോയി വിഷം കുടിക്കണം. അത് നിങ്ങൾ കുടിച്ചാ മതി. ബിയർ അല്ല അടിക്കേണ്ടത്. ഹലോ, എന്നെ പറ്റി എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ ഞാൻ കുടിക്കുന്ന സാധനത്തെ പറ്റി ഒന്നും പറയാൻ പാടില്ല. യങ്സ്റ്റേഴ്സില് പഠിക്കാത്തവനൊക്കെ ഉണ്ടാവും, പക്ഷെ കുടിക്കാത്തവൻ അങ്ങനെ ഒരുത്തൻ ചരിത്രത്തിലേ ഉണ്ടായിട്ടില്ല. മാസം 30,000 രൂപ ശമ്പളം വാങ്ങിക്കുന്നവന്മാർക്ക് ഈ കാലത്ത് പെണ്ണ് കിട്ടുന്നില്ല. നീയാണെങ്കില് മാസം 30,000 രൂപ കടം മേടിച്ചാ ജീവിക്കുന്നത്. അതിന്റെ കൂടെ പ്രേം നസീറിന്റെ ഷീലയുടെയും കാലത്ത് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പന്ന കാർ വാങ്ങി റീപെയിന്റ് ചെയ്ത് റേസ് എന്നും പറഞ്ഞ് കറങ്ങി നടക്കുന്നതും പോരാഞ്ഞ് ഇവിടെയുള്ള കൊച്ചു പിള്ളേരെയും കയറ്റി വെച്ചോണ്ട് നാട്ടുകാരെയും പറ്റിച്ച് നടക്കുന്ന നിനക്ക് ഏത് കൊള്ള കഴിവുള്ള മോനാണ് പെണ്ണ് തരാൻ പോകുന്നത്? നിങ്ങൾ തന്നെ എന്റെ അളിയൻ. എന്താ ഇത്? എന്റെ അമ്മയെ പറ്റിയാ പറയുന്നേ. പിന്നെ എന്താടി ഇവന്റെ ഈ മോന്തയ്ക്ക് നമ്മുടെ കൊച്ചിന് കൊടുക്കാൻ പറ്റുമോ? അവന്റെ ചേച്ചിയെ നിങ്ങൾക്ക് കെട്ടാം, അവന്റെ ചേച്ചിയുടെ മോളെ അവന് കെട്ടാൻ പാടില്ല. പോടി. ഒന്ന് എഴുന്നേറ്റ് പോടാ മരമാക്രി. അങ്ങനെ സ്വന്തമായിട്ട് അച്ഛനെ വിളിക്കുന്നത് ശരിയാണോ? നീ ഞാൻ ഡ്രോപ്പ് ചെയ്യട്ടെ. എന്താടാ പുതിന ചമ്മന്തിയുടെ വാസന ഇവിടം വരെ അടിച്ചു കേറുന്നുണ്ടല്ലോടാ. കേട്ടോ, അതൊക്കെ നിനക്ക് എങ്ങനെ മനസ്സിലായി? ജീവ, ഞങ്ങളെല്ലാവരും തിന്ന് കഴിച്ചിട്ടാടാ കൊച്ചനെ നീ കഴിച്ചത്. നിങ്ങൾ ആദ്യം ഒന്ന് കഴിച്ചെന്നാ? അത് ശരി. നമ്മുടെ പിള്ളേരൊക്കെ എന്ത്? ഗണേശൻ പാല് വാങ്ങാൻ പോയിരിക്ക, ശിവയാണെങ്കിൽ ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്ക. നീ എന്താടാ വിചാരിച്ച ജീവ? നമ്മുടെ പിള്ളേരൊക്കെ വലിയ വലിയ ആൾക്കാരായിരിക്കാന്നേ. വലിയ ആൾക്കാരാ? ഒന്നും മനസ്സിലായില്ല. അനിയ, ഈ ഫ്ലാറ്റിലുള്ള ആൾക്കാരൊക്കെ നമ്മളെ കുറിച്ച് എന്താ വിചാരിക്ക? ഒരു പൊട്ടന്റെ കൂടെ വെറുതെ ചുറ്റി തിരിയാണെന്ന് പറയും. അത് നീ കാര്യം ജീവ. ഇപ്പോ കുറെ നേരമായിട്ട് ഇവിടെ തന്നെ ഇരിക്കുക. എന്റെ കൂടെ വാ, ഞാൻ നിനക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. വാടാ, പറഞ്ഞുതരാം, വാടാ. എന്താന്ന് പറ. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു പ്രധാന കാര്യം വാങ്ങാനുണ്ടോ? അതെ, ഇത് വാങ്ങിക്കാൻ തനിച്ചു വരാൻ പറ്റില്ലേ? അറിയാവുന്ന ഏരിയ അല്ലേ, ആ കടക്കാരനെയും പരിചയമുണ്ട്. നീ ഒന്ന് പോയി വാങ്ങിച്ചോണ്ട് തവനെ. ഞാൻ വാങ്ങിച്ചു, പക്ഷെ എനിക്ക് രാത്രി ബിയർ വേണം. ഉറപ്പായിട്ടും വാങ്ങിച്ചു തരാം. എന്നാ കാശ എന്നാ ആ ചേട്ടാ, ഒരു ഡോട്ടഡ് കൊണ്ടുവന്ന് വന്നേ. ഓക്കെ, കാല് കൊള്ളാം. എന്താ ഒന്ന് പാക്ക് ചെയ്ത് തന്നൂടെ? സാറേ, കോണ്ടത്തില് പുള്ളി ഒതിപ്പിച്ച് വേണോ അതോ പ്ലെയിൻ വേണോ? അളിയാ, അളിയാ, ഇങ്ങോട്ട് നോക്ക്. കോണ്ടത്തില് പുള്ളി ഉള്ളത് വേണോ അതോ പുള്ളി ഇല്ലാത്തതാണോ വേണ്ടതെന്ന്? എന്തിനാടാ വിളിച്ചു കൂന്നേ? ഇതിലും ഭേദം ഞാൻ തന്നെ വാങ്ങിക്കുന്നതായിരുന്നു. ഏതെങ്കിലും മേടിച്ചൊന്ന് വാളാർക്കാ. ചേട്ടന് ഇഷ്ടമുള്ളതാ. വെരി നൈസ്. ചേട്ടാ, ദേ ആരോ ചേട്ടനെ കാണാൻ വന്നിട്ടുണ്ട്. നമസ്കാരം സാർ. ഹായ്, ഇതെന്റെ സിസ്റ്റർ. ആണല്ലേ? പ്രൊഫഷണൽ തീഫാണ്. നീ അകത്തേക്ക് പോയിക്കോ.
പോവാണല്ലേ? നമ്മള് ഫോണിൽ സംസാരിച്ചു. ഇദ്ദേഹമാണ് സാറുമായിട്ട് സംസാരിച്ചത്. ഹലോ സർ. നൈസ് ടു മീറ്റ് യു സർ. ഇത് സാറിനെ കൊണ്ട് എങ്ങനെയാ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഐ എം സോ എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. എപ്പോഴും ഒരു വിശ്വാസമാണ് സർ. ഇനി മുതൽ അതൊക്കെ താനെ വന്നോളൂ. അല്ല, നമുക്ക് എപ്പോ കാണാൻ പറ്റും? അതെന്റെ കയ്യിലല്ല. ഈ ലോകത്ത് നമുക്കറിയാത്ത ഒരുപാട് അമാനുഷിക ശക്തികളുണ്ട്. അതില് ചിലതൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. എന്തിന് കാണാൻ പോലും സാധിക്കും. പക്ഷെ ചില കാര്യങ്ങൾ അത് നമ്മുടെ അറിവിനേക്കാളെല്ലാം അപ്പുറമായിരിക്കും. അതിനെയാണ് നമ്മൾ മിത്ത് എന്ന് പറയുന്നത്. പക്ഷേ ഇതെല്ലാം നമ്മുടെ പൂർവികന്മാരായ സിദ്ധന്മാർ വളരെ വിദഗ്ധമായി കണ്ടുപിടിച്ച് താളിയോല ഗ്രന്ഥങ്ങളാക്കി മാറ്റി അതെല്ലാം നമുക്കിടയിൽ തന്നെ സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെയുള്ള രഹസ്യമായ ഒരു താളിയോല ഉപയോഗിച്ചാണ് നമ്മൾ ഈ കാര്യത്തിലേക്ക് പൂർണ്ണമായി കടന്നിരിക്കുന്നത്. കുംഭകോണത്തിനടുത്തുള്ള തിരുനെല്ലൂർ ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ടോ? ആ ക്ഷേത്രത്തിന് ചില പ്രത്യേകതകളുണ്ട്. അതായത് ആ ക്ഷേത്രത്തിന് മുകളിലൂടെ പറക്കുന്നത് ഈ ലോകത്തിലെ ഏത് രാജ്യത്തിന്റെ സാറ്റലൈറ്റ് ആയിരുന്നാലും അത് 30 സെക്കൻഡ് തന്റെ പ്രവർത്തനം നിർത്തിവെക്കും. അതെങ്ങനെ സംഭവിക്കും? അതറിയാതെയാണ് US-ൽ നാസയിൽ ഇന്നും ഇതിനെക്കുറിച്ച് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെയാണ് നമ്മൾ നടത്താനിരിക്കുന്ന ഈ പ്ലാനിങ്ങും. അതുമാത്രമല്ല, ഈ ലോകത്തിന്റെ സെന്റർ പോയിന്റ്, അതായത് ലോകത്തിലെ കേന്ദ്രബിന്ദു, ലോകത്തിലെ ഗവേഷകർ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞു. അത് ഏഷ്യയിലാണെന്നുള്ളതും സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഏഷ്യയിൽ എന്ന് പറഞ്ഞ എവിടെയാ? ഇന്ത്യയില്. ഇന്ത്യയിൽ എവിടെയാണ്? സൗത്ത് ഇന്ത്യയിൽ. സൗത്ത് ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ. ഇനി തമിഴ്നാട്ടിൽ എവിടെയാ? ചിദംബരം. ചിദംബരത്തിൽ അതെവിടെയാണെന്ന് ചോദിച്ചാൽ ചിദംബരം നടരാജ ക്ഷേത്രത്തിനുള്ളിൽ, ആ നടരാജ ക്ഷേത്രത്തിനകത്തെ നടരാജ വിഗ്രഹത്തിന്റെ കാൽക്കീഴിൽ തന്നെ. ആ സ്ഥാനമാണ് നമ്മുടെ ലോകത്തിന്റെ കേന്ദ്രബിന്ദു എന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 5000 വർഷം മുൻപത്തെ പുഷ്പകുമാരം ഉണ്ടായിരുന്നു എന്നതിനുള്ള ഫാക്ട്സ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ തയ്യാറാക്കാൻ പോകുന്ന ഈ ഡ്രോൺ കണ്ടാൽ വളരെ സാധാരണമായി തോന്നും. എന്നാൽ ഇത് വെച്ച് നമുക്ക് ഈസിയായി മിലിറ്ററി രഹസ്യങ്ങൾ ചോർത്താം. പക്ഷെ ഇതൊന്നും ആര് തന്നെ വിചാരിച്ചാലും ഒരിക്കലും ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. ലോകത്തിൽ എവിടെയെങ്കിലും ആരെങ്കിലും ആണവായുധം നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും ഉപയോഗപ്പെടുത്താനും സാധിക്കും. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നതാണ് ഈ ലോകത്തിൽ തന്നെ മാറ്റമുണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യം. ഇത് വെച്ച് കോടികൾ നമുക്ക് സമ്പാദിക്കാം. പക്ഷെ എനിക്കൊരുപാടൊന്നും വേണ്ട. എനിക്ക് നിങ്ങൾ തരേണ്ടത് വെറും 100 കോടി മാത്രം. ഇങ്ങനെ ടെൻഷൻ അടിക്കാത്ത ഡാർലിംഗ്. അർജന്റായിട്ട് 100 കോടി വേണമെങ്കിൽ ദർ ഈസ് ഓൺലി വൺ വേ. അത് അബുവാ. അദ്ദേഹത്തോട് ചോദിച്ചാ തരുമെന്ന് ഉറപ്പാ. അബു അത്ര നല്ല ആളൊന്നും അല്ല. പക്ഷെ നമുക്ക് വേറെ വഴിയില്ല. രണ്ടുപേരും കഴിഞ്ഞ 10 വർഷമായിട്ട് അബുവിൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. തലയ്ക്ക് 50 ലക്ഷം, 2 വർഷം. രാജാവിനെ പോലെ ഹോങ്കോങ്ങിൽ ജീവിക്കാം. നിങ്ങളുടെ കുടുംബത്തിന് ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഇവിടെ ഒരു കുഴപ്പം ഉണ്ടാവില്ല. എന്താ ചെയ്യാമോ?
അരുത്. ഡാ നിർത്ത്. നിനക്കെന്താ ബോധമില്ലേ? എന്ത് ചെയ്യാ നീ? അബുവിന് സ്ത്രീകളുടെ ദേഹത്ത് കൈവയ്ക്കുന്ന ഇഷ്ടമല്ലെന്ന് അറിയാൻ പാടില്ലേ? ആണുങ്ങളുടെ അടുത്തുള്ള കളി മതി. വാ. मर गया समझ ले. അറിയാതെ ചെയ്തു പോയതാ. അബുക്ക 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 പ്ലീസ് അബു വേണ്ട. അബു വേണ്ട. അറിയാതെ പറ്റിപ്പോയതാ. ക്ഷമിക്കാം. അബു, ഒരു ലിറ്റിഗേഷണൽ പ്രോപ്പർട്ടി കയ്യിൽ വന്ന് വീണിട്ടുണ്ട്. ജസ്റ്റ് കൈമാറ്റം ചെയ്താൽ മതി. ഡബിൾ ലാഭം. മിനിസ്റ്റർ ഇപ്പോ നമുക്ക് സപ്പോർട്ടാ. അതുകൊണ്ട് ലീഗൽ കാര്യങ്ങളൊക്കെ. എത്രയാ വേണ്ടത്? ഒരു 100 CR. എപ്പോ തിരിച്ചു തരും? ഒരു 1 വീക്കില്. ഞാനെങ്ങനെ വിശ്വസിക്കും? അബു, നിങ്ങളെ വിശ്വസിച്ചാണ് ഞങ്ങൾ എല്ലാരും വന്നത്. എന്നെ വിശ്വസിച്ച് നിങ്ങൾ വന്നത് ശരിയാ. പക്ഷെ നിങ്ങൾ ഞാനെങ്ങനെ വിശ്വസിക്കും? ഒരാഴ്ച വിട്ടു പോയാ. അയ്യോ, അങ്ങനെയൊന്നും സംഭവിക്കാൻ ഒരു സാധ്യതയില്ല. ഇത് നമ്മുടെ ഡീല്. ഈ കാശ് മുഴുവൻ നിങ്ങൾക്കുള്ളതാ. എന്തിന്? ഈ കാറ് പോലും നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുക സാറ്. വരട്ടെ സാർ. സർവമംഗളമാംഗല്യേ ശിലേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ജീവ, ട്രീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ റം എടുക്കും, അല്ലെങ്കിൽ നമ്മൾ ബിയർ എടുക്കാറുണ്ട്. നീ എന്താ ഈ നായം കൊണ്ട് വന്നിരിക്കുന്നത്? എടോ, ഇത് നായൊന്നുമല്ല, കോഞ്ചറിങ് പ്രേതോ. ഇത് വീട്ടിലേക്ക് വന്നപ്പോ മുതല് എന്റെ അളിയൻ എന്നെ വെറുതെ നായെ പോലെയാണ് ട്രീറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. ശരി ജീവ, നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പോ? ഇതിന്റെ ഒരു ഫോട്ടോ എടുത്ത് OLX-ലേക്ക് ഇട്ടാ 1 മണിക്കൂറിനുള്ളിൽ സാധനം പോവില്ലേ? ഒരു സൂപ്പർ ഫോട്ടോ എടുത്തേ OLX-ലേക്ക്. നന്നായിട്ട് ചിരിക്കേ. എന്താ നല്ല അടിപൊളി കൊച്ചല്ലേ? എന്താളോ ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം.
ഓട്ടിച്ചതിനും വന്നട്ടെ. ഹായ് ഹായ്. മെയിലാണോ ഫീമെയിലാണോ? മെയിൽ തന്നെ. ഡോഗിന്റെ കാര്യ ചോദിച്ച. ഞാൻ ചുമ്മാ കോണി പറഞ്ഞതാ. ഫീമെയിൽ. സോ സ്വീറ്റ്. ഞാനിവിടെ സെക്കൻഡ് ഫ്ലോർ B3 ഫ്ലാറ്റില് പുതിയ താമസക്കാരാ. നിങ്ങള്? ഞാൻ ഫസ്റ്റ് ഫ്ലോർ A4. നിങ്ങക്ക് ഫോൺ നമ്പർ ഒന്ന് തരാൻ പറ്റോ? ഷുവർ. 984223 ക്രോസ് ടോക്കിംഗ്. അത് ചൈന മൊബൈലാണ്. അതാ വെരി ചീപ്പ്. എന്റെ അടുത്തോ ഐഫോൺ 9448088008. 00. ഞാൻ നിങ്ങളെ വിളിക്കാം. വിളിച്ചാൽ മതി. ശരി. ബൈ. ഒരു മിസ്റ്റേക്ക് ശരി. See you. ബൈ. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞല്ലേ അവൾ എന്റെ ആളാണെന്ന്. പട്ടിക്കുട്ടിയെ കാണാൻ വന്നിട്ട് എന്റെ നമ്പർ വാങ്ങിച്ചാണ്ട. ഈ പട്ടിക്കുട്ടി വെച്ച് ആ കുട്ടിയെ ഞാൻ സെറ്റാക്കാൻ പോവാ. അപ്പൊ KFC ക്യാൻസൽ. ജീവ നിനക്ക് അത്ര പ്രതീക്ഷയൊന്നും വേണ്ട. സ്കൂളിലോ കോളേജിലോ പുതിയൊരു പെൺകൊച്ചു വന്നു കഴിഞ്ഞാൽ അതിന്റെ പിറകെ കാണും ഏതെങ്കിലും ഒരു എന്റെ ആളാന്ന് പറഞ്ഞിട്ട്. സുന്ദരിയായ ഒരു പെൺകൊച്ചുണ്ടെങ്കിലേ അതിന്റെ പിറകെ 100 കാണും ഇങ്ങനെ നടക്കാൻ. അപ്പൊ അവളെ ആര് പ്രേമിച്ചാലും അവനാണ് അവളുടെ ആള്. അതുവരെ അവൾ എല്ലാവർക്കും കൂടി ഉള്ളതാ. ഈയേ നിങ്ങളോടൊക്കെ ഉള്ള കൂട്ടിയാൻ പറ്റി. പാടാ പട്ടിക്കുട്ടി, നമുക്കേ വീട്ടിൽ പോവാം. വാ. അല്ല അവര് ചിന്തിക്കുന്നത് മുത്തച്ഛൻ എങ്ങനെ അറിയാനാ? നമ്മളിപ്പോ ഒരു ദിവസം തെറ്റ് ചെയ്താലെന്താ, ഒരു ദിവസം സ്വയം ഭോഗം ചെയ്താലെന്താ, സെക്സ് ബുക്ക് വായിച്ചാലെന്താ, സ്ത്രീകളുടെ അടുത്ത് പോയാലെന്താ? ഇതിപ്പോ നിങ്ങള് ഞങ്ങളെ ചതിക്കുന്നതല്ല, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്വയമായിട്ട് ചതിക്കുകയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അതെ അതെ മാറ്റാൻ പോണ്ട. ഇത് നിങ്ങൾ കാണേണ്ട കാര്യ. കാണും. എടി അയാൾ എന്തൊക്കെ വൃത്തികേടാ വിളിച്ചു പറയുന്നത് നീ കേട്ടില്ലേ? നിങ്ങളുടെ അത്ര ഒന്നുമില്ല, ചുമ്മാ കാണും. കോപ്പ് ഓരോ വന്നോളൂ. നമ്മളിവിടെ പരിഗണിക്കണം. ഈ കാര്യങ്ങൾക്കെല്ലാം പരിഹാരം പോയി ആരാ നോക്കിയേ. ചെല്ലേ ചെല്ലേ. വരാൻ കണ്ട ഒരു സമയം. ഹലോ ആന്റി. ഞങ്ങള് മുകളില് B3 ഫ്ലാറ്റില് പുതിയ താമസക്കാരാ. അതെ, മുകളിലത്തെ ഫ്ലാറ്റില് പുതുതായി വന്നവരാ. Please sit down. നിങ്ങൾ സിറ്റോ രണ്ടും കൊള്ളാമല്ലോ. ഒഴുകുന്ന തുടച്ചു കള. കുടിക്കാൻ എന്താ വേണ്ടേ? ടീ, കോഫി? വേണ്ട, ഒന്നും വേണ്ട. എന്തോ പറയാനുണ്ടല്ലോ. എന്താണേലും മടിക്കാതെ പറഞ്ഞോളൂ. അത് പിന്നെ പേഴ്സണൽ ലേഡീസ് മാറ്ററാ. No problem. Tell. Me to go. വെറുതെ കൊതിപ്പിച്ച്. എന്താ പേഴ്സണൽ? നിങ്ങളുടെ പപ്പി എവിടെയാ? പപ്പി അകത്തുണ്ട്. അല്ല, പപ്പിക്കെന്താ ഇത്ര പേഴ്സണൽ? അത് പിന്നെ ആന്റി ആക്ച്വലി എന്താന്ന് വെച്ചാ ഇവളുടെ അടുത്തും ഒരു പഗ് ഡോഗ് ഉണ്ട്. അത് ഒരു മെയിൽ ഡോഗാണ്. ഇത് ഫീമെയിൽ. ഓക്കെ. അപ്പോ പെണ്ണ് ചോദിച്ചു വന്നതാ അല്ലേ? മനസ്സിലായി. പപ്പി ഒന്ന് കണ്ടോട്ടെ ആന്റി. അകത്തെ റൂമിലുണ്ട്. ശരി, ഞാൻ പോയി കണ്ടോളാം. ഞാനൊന്ന് പോയി നോക്കിട്ട് വരട്ടെ.
Come here, baby. Come here. Good girl. Come here. Come here. Come here, baby. വാ മുത്തേ, വാ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. ഇത് എവിടെ പോവാ? ഏയ് എങ്ങോട്ട് പോവാ? അവിടെ പോയി എന്തെടുക്കാനാ? ഇങ്ങോട്ട് വാ എന്റെ ചെല്ലക്കുട്ടി. എന്താ ചക്കര എന്റെ അടുത്ത് നീ വരാത്തെ? വാട ചക്കര. ബേബി കണ്ണേ. ഞങ്ങളുടെ പപ്പി ഭയങ്കര സോഫ്റ്റ് പ്രോബ്ലം. എന്തായി കണ്ടോ? ശൈലു ഇഷ്ടപ്പെട്ടില്ലേ? ആന്റി ഐ വിൽ സീ യു. ഓക്കേ. സൂര്യം, സുന്ദരലോകനാഥം, അമൃതം, വേദാന്ത സാരം, ശിവം, സർവം, ശക്തിമയം, ഇന്ദ്രാദിത്യ നവോദീപം, തുറകുറും തൈലോക്യം, ചൂടാമണി, ബ്രഹ്മ, വിഷ്ണു, ശിവസ്വരൂപ ഹൃദയം. മിസ്റ്റർ രാമാനുജം, നമുക്കെല്ലാവർക്കും കൂടെ എപ്പോ ഒന്ന് കാണാൻ പറ്റും? അതിനെക്കുറിച്ചൊരു വ്യക്തത നിങ്ങൾക്ക് വേണം. കാരണം നമ്മളെ സുരക്ഷിതമായി അകത്തേക്ക് കൊണ്ടുപോകുന്നത് ഇവരാണ്, പുറത്തേക്ക് എത്തിക്കേണ്ടത് ഇവരും. മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ തുടങ്ങുന്ന ഈ യാത്ര പൂർണ്ണമായും ഒരു ഇല്ലീഗൽ ജേണിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ യാത്രക്കിടയിൽ ഒരുപാട് നദികൾ, മലകൾ, കാടുകൾ ഇതെല്ലാം മറികടന്ന് പോകണം. എങ്കിൽ മാത്രമേ നമുക്കത് കൈക്കലാക്കാനാകൂ. തടസ്സങ്ങളെല്ലാം മറികടന്ന് ഈശ്വരന്റെ അനുഗ്രഹം നമുക്കൊപ്പം ഉണ്ടെങ്കിൽ തീർച്ചയായും അത് നമുക്ക് ലഭിച്ചിരിക്കും. Shall we move? എടാ ജീവാ, ആ ജീവാ ഒന്നിങ്ങി വന്നേ. അതെ വരുന്നു. ഇന്നലെ അപ്പുറത്തെ ഫ്ലാറ്റിലെ 2 പെൺകുട്ടികൾ ഇവിടെ വന്നില്ലായിരുന്നോ? നമ്മുടെ പപ്പിയെ ചോദിച്ചു. ഞാൻ അകത്ത് കയറി കണ്ടോളാൻ പറഞ്ഞു. ആ പെണ്ണെന്തോ കാണാൻ പാടില്ലാത്ത കണ്ട പോലെ വേഗം തിരിച്ചു ഓടിപ്പോയി. നീ ഒരു കാര്യം ചെയ്യേ, നമ്മുടെ പപ്പി ഒന്ന് അവർക്ക് കൊണ്ട് കൊടുക്ക. അല്ല, നമ്മുടെ പപ്പി എന്തിനാ അവർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നേ? അതൊരു കാര്യമുണ്ടടാ. അത് നീ അറിയണ്ട, അവർക്കറിയാം. നീ കൊണ്ട് കൊടുത്താൽ മതി. സൂക്ഷിച്ചു കൊണ്ടുപോണേ. കൊണ്ടുപോയിക്കോ. നിങ്ങൾ ഇങ്ങോട്ട് വന്നോ? ഇതേതായി പപ്പി? ഇത് എന്റേതാണല്ലോ. അപ്പൊ എന്തിനാ ഈ പപ്പിയെ ആ പപ്പിയുടെ അടുത്ത് കൊണ്ടുവിടാൻ പറഞ്ഞേ? ആദ്യം നിങ്ങളൊന്ന് പുറത്തിറങ്ങി. നിങ്ങൾ എന്താ ചെയ്യുന്നേ? എന്താ ചെയ്യുന്നെന്ന് പറ. സംഭവം എന്താ? എന്തിനാ രണ്ടിനെ അടുത്ത് കൂട്ടിയേ? അയ്യോ, ഹലോ, ഇപ്പോ കാര്യം മനസ്സിലായി എനിക്ക്. അതിന്റെ ഈ ഫീലിങ്സ് ഒക്കെ മനസ്സിലാവുന്ന എങ്ങനെയാ? എന്തുകൊണ്ടെന്ന് വെച്ചാ അത് മെയിൽ ഡോഗ് അല്ലേ. അപ്പോ നിങ്ങൾക്ക് ഈ മെയിലിന്റെ ഫീലിങ്സ് ഒക്കെ നന്നായിട്ട് മനസ്സിലാവും അല്ലേ? അയ്യോ, വളയ്ക്കാൻ നോക്കാണല്ലോ ഇവൻ. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? നമുക്കൊരു കോഫി കുടിച്ചാലോ? കോഫി വാ വാ, കോഫി കുടിക്കാം വാ. സാർ, ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ എങ്ങനെയാ സാർ? ഈ കാട്ടിലൂടെ നമുക്ക് ഇനിയും 2 മൈൽ യാത്ര ചെയ്യേണ്ടതുണ്ട്. അതിനപ്പുറം സിദ്ധന്മാരുണ്ടായിരുന്ന മലയുണ്ട്. ആ മലയിലാണ് അതുള്ളത്. വാ, ഇതേ വഴി കൂടെ തന്നെയാ. താൻ തൽക്കാലം നടക്ക്. എന്നെ ഫോളോ ചെയ്ത് എല്ലാവരും വാ.
ശരി പറ സാറേ. നിങ്ങൾ ഈ കാണുന്നത് ഒരു സാധാരണ ഉടുക്കല്ല. ലൈറ്റ്സ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സ്പൈസ് ജെറ്റ്. ഇതിന്റെ അടുത്ത് വന്ന സൗണ്ട് ആൻഡ് ലൈറ്റ് കണ്ടില്ലേ? സൂപ്പർ. ഇത് ഫ്യൂസ് ആയ കുഴപ്പമില്ല, ബട്ട് ബ്ലാസ്റ്റ് ആയി പോയി. നൗ ഐ എം ഗോയിങ് ടു പ്രൂവ് മൈ നെക്സ്റ്റ് ലെവൽ. ഐ മീൻ സൗണ്ട് എനർജി. ഞാനിപ്പോൾ കുറച്ച് പടക്കങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ത്രോ ചെയ്താൽ അവിടെ നിന്ന് അത് ശബ്ദത്തോടെ ആയിരിക്കും വരിക. പക്ഷെ ഇവിടെ എത്തിയതിനു ശേഷം അതിന്റെ ശബ്ദത്തിലുള്ള മാറ്റം എന്തെന്ന് നിങ്ങൾ കണ്ടു നോക്കുക. ഉള്ളതാണോ സാർ? Throw it. ₹100 കോടി സ്വാഹ. ഈ കാട്ടിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ നിങ്ങൾക്ക് ഒരുപാട് സമയമെടുക്കും. അതിനു മുമ്പ് നിങ്ങൾക്ക് എന്നെ എത്തിപ്പിടിക്കാൻ പറ്റാത്ത അകലത്തേക്ക് ഞാൻ രക്ഷപ്പെട്ടിരിക്കും. ഞാൻ അന്വേഷിച്ചേ, ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഒന്നുമില്ല. അമേരിക്കയും യൂറോപ്പും പോലും ഈ കാര്യത്തിൽ ഫസ്റ്റ് ലെവലിൽ തന്നെയാ. എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ നന്നായിട്ട് അങ്ങോട്ട് പറ്റിച്ചതാ. എടുക്കുന്നില്ല. ലാൻഡ് ലൈൻ. ഹലോ, ഞാനാ സംസാരിക്കുന്നത്. അപ്പോ നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി ബാങ്കോക്കിൽ പോയിരിക്കാം. 1 വീക്കിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഉറപ്പായിട്ട് ഞങ്ങൾ ക്യാഷ് സെറ്റിൽ ചെയ്യാം. എന്റെ വീട്ടിലിപ്പോ 5 മണി. പക്ഷെ എന്റെ വീട്ടിൽ 5 മണി ആകണമെങ്കിൽ ഇനിയും 5 മിനിറ്റ് ഉണ്ട്. എന്റെ വലത്തോട്ട് നോക്ക്. ലെഫ്റ്റിൽ നിന്റെ വർഷ നല്ലപോലെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുക. വീട്ടിലാണെന്ന് കരുതി ഡ്രസ്സ് ഇടാൻ പാടില്ലേ? ജെട്ടി ഇട്ടുകൊണ്ട് നിൽക്കുന്നു. നിന്റെ എതിരിലൊരു പൊട്ടനെ പോലെ കണ്ണു മിഴിച്ചിരിക്കുന്നില്ലേ? അവന്റെ കയ്യിൽ ഫോൺ കൊടുക്ക്. അബു, ഉറപ്പായിട്ട് ഒരാഴ്ചക്കുള്ളിൽ പൈസ തിരിച്ചു തന്നേക്കാം. ഇതാദ്യമേ നീ തന്നെ ഫോൺ എടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ വിശ്വസിക്കുമായിരുന്നു. നമ്മളെല്ലാവരും അബുവിന്റെ കയ്യിൽ പെട്ടുപോയ അവസ്ഥയാണ്. സാർ, നമുക്കൊരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. AC മുരളീധരനോട് നമുക്ക് നടന്ന കാര്യങ്ങളൊക്കെ നേരിട്ട് പോയി പറയാം. വേറെ വഴിയൊന്നും കാണുന്നില്ല. സോറി സാർ, ഇനിയെല്ലാം സാറിന്റെ കയ്യില്ല. മണ്ണും ചാരിയൊന്നും പെണ്ണും കൊണ്ടുപോയി. അല്ല, ഇത്രയും വലിയ ഫണ്ട് ആരാ നിങ്ങൾക്ക് തന്നത്? അബു, ഈ കളിക്ക് ഞാനില്ല. എന്നെ വിട്ടേക്ക്.
സോ പ്ലീസ് എനിക്ക് വേണ്ടി ചെയ്യൂ. പ്ലീസ്. ഓൾ റൈറ്റ്. ഓക്കെ, അബുവിനോട് ഞാൻ പറഞ്ഞ പോലെ സംസാരിക്കും. അമ്മേ, ഞാൻ ആ കാറിൽ പോയി ഇരുന്നോട്ടെ സാർ. പേടിക്കാതെ ഇങ്ങോട്ട് പാടും. കാറില് എന്റെ ബാഗൊക്കെ ഞാൻ വെച്ച് മറന്നു. ഞാൻ എന്റെ ഓടിക്കും പാടും. പാടും. ഇങ്ങോട്ടാണ്. അതാണ് അബുവിന്റെ കീപ്പ്. ആണോ? എനിക്കറിയില്ലായിരുന്നു. കീപ്പ് എന്ന് വെച്ചാ അവൻ മൂന്നാമത് കെട്ടാൻ പോകുന്ന പെണ്ണ്, അവന്റെ ഭാര്യയുടെ രണ്ടാമത്തെ അനിയത്തി. ഇല്ലില്ല, ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ഇല്ല, നിങ്ങളൊക്കെ പോയി എൻജോയ് ചെയ്തിട്ട് വാ. എനിക്ക് സമയമില്ല. പിന്നെ ഡ്രസ്സൊക്കെ എടുക്കണ്ടേ? കൺഫ്യൂഷൻ ആയില്ല. ഇല്ല. എന്നോട് ക്ഷമിക്കണം. ഇലക്ഷന് മുമ്പായിട്ട് അറിയാൻ തിരിച്ചു തന്നേക്കാം. ഇനി എനിക്ക് പണം സെറ്റിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്താന്ന് വെച്ചാൽ ചെയ്തു. താനൊക്കെ പൈസ കൊണ്ട് എവിടെ പോയി എന്ത് ചെയ്തെന്ന് എനിക്കറിയാം. തന്റെ കുടുംബത്തിൽ എന്താ നടക്കുന്നെന്ന് അറിയുന്ന എനിക്ക് ആ പൈസ കൊണ്ട് കളഞ്ഞത് എവിടെയാണെന്ന് അറിയാതിരിക്കോ? ബ്ലാക്ക് മണി വൈറ്റ് ആക്കുന്നത്, 1000 കോടി രൂപ തട്ടാൻ ട്രസ്റ്റിലേക്ക് ഇറക്കുന്നു എന്ന് പറയുന്നത്, ചന്ദ്രനിലെ വീട് വെച്ച് തരാമെന്ന് പറയുന്നത്, ഇതുപോലുള്ള ഉടായ്പ പരിപാടികൾക്കൊക്കെ മീഡിയേറ്റർ മാത്രമേ കാണൂ. ഇതിനൊരു സെല്ലറും ഉണ്ടാവില്ല, ബയ്യറും ഉണ്ടാവില്ല. തന്നെ പോലുള്ള ആൾക്കാർ മാത്രമേ ഇതിനകത്തുണ്ടാവുള്ളൂ. നിങ്ങൾ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. ഇയാള് പൈസ തിരിച്ചു തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ. ഒരാഴ്ച സമയമല്ലേ ചോദിച്ചത്. ഉറപ്പായിട്ടും അത് തന്നിരിക്കും. അതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തോളാം. അത് പറയാം. നിനക്ക് ഒരാഴ്ച സമയം തരാം. പൈസ അതിനു മുമ്പ് തന്നില്ലെങ്കിൽ ഓഫീസ്. വഴുന്നേക്ക് പോവാം. പേടിക്കുന്നു. നമ്മുടെ ഒരു ഐഡിയ പറയാം. പുതുതായി ഇറക്കാനിരിക്കുന്ന 5000 രൂപ നോട്ടിന്റെ വിശദാംശങ്ങളുമായി റിസർവ് ബാങ്ക് രംഗത്ത് വന്നിരിക്കുകയാണ്. 5000 രൂപ നോട്ടിന്റെ രൂപീകരണത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും പൂർത്തിയായതായി റിസർവ് ബാങ്ക് അറിയിച്ചു. മറ്റു വിശദാംശങ്ങളിലേക്ക്. ഭായ്, എന്തൊക്കെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നോ? അൽഹംദുലില്ലാഹ്, സുഖമായിരിക്കുന്നു. ഒരു കാര്യം അറിയോ ഭായ്? 500ന്റെ നോട്ടും കൊണ്ടും കാര്യമില്ല, 1000ന്റെ നോട്ടും കൊണ്ടും കാര്യമില്ല, 2000ന്റെ നോട്ടും കൊണ്ടും കാര്യമില്ല. ഇനി 5000ന്റെ നോട്ട് വന്നാൽ ചിലപ്പോൾ ശരിയാവുമായിരിക്കും. എത്രയും പെട്ടെന്ന്. ഖുദാഫിസ്. ജന്തബായി കടലിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് അതിനൊക്കെ ഒരു കാരണം ഇട്ടെന്നേ. അബു പറഞ്ഞ പോലെ ചെയ്യും. പൈസ കൊടുക്കാതെ ജീവിക്കാൻ അവൻ സമ്മതിക്കില്ല. ഇത്രയും പൈസക്ക് എവിടെ പോവാന്നൊരു പിടിയില്ല. പക്ഷെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അപ്പൊ ഇതിനിപ്പോ എന്താണ് നമ്മുടെ ഭാഗത്തൊരു വഴി? നമ്മുടെ പിന്നിൽ കാണുന്ന വീടില്ലേ, പെട്ടെന്ന് തിരിഞ്ഞു നോക്കല്ലേ. ഓക്കെ. അതൊരു മന്ത്രിയുടെ വീടാ. ന്യൂസിൽ 5000 രൂപയുടെ നോട്ട് വരുന്നെന്ന് പറഞ്ഞില്ലേ. അയാളുടെ കയ്യിലുള്ള കായെല്ലാം 5000 രൂപയുടെ നോട്ടാക്കി മാറ്റി.
അത് ഈ വീട്ടിലെ വെച്ചിരിക്കുന്നത്. അത് മൊത്തത്തിലങ്ങ് അടിച്ചു മാറ്റി കഴിഞ്ഞാൽ ലീഗലായിട്ട് ഓനൊന്നും ചെയ്യാൻ പറ്റൂല. നാളെ രാത്രി തന്നെ അതിനുള്ള പണി നോക്കണം. അബൂന് കൊടുക്കാനുള്ള കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി ഞമ്മക്ക് തിരിച്ചെടുക്കാന്ന്. നാളെ ഒരു ലഹള ഉണ്ടാക്കിയാൽ മതി, പോലീസുകാരെല്ലാം അങ്ങോട്ട് പൊക്കോളൂന്ന്. ഞമ്മക്കൊരു പ്രശ്നം ഉണ്ടാവൂല. ഇതിനു വേണ്ടിയല്ലേ ഞാനും കാത്തിരുന്നത്. എന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു. ഒരു നല്ല ഭർത്താവ്, 2 ഓമന മക്കൾ. പക്ഷേ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി ഈ പടരുന്ന ക്യാൻസർ എന്റെ മുഖത്ത് നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. ഒന്നും ഒരിക്കലും പഴയതുപോലാകില്ല. പുകയില എന്റെ ജീവിതം നശിപ്പിച്ചു. ഖെയ്നി, ഗുഡ്ക, പുകയില, ജർദ, പാൻ മസാല അവ നിങ്ങളുടെ ജീവിതം താറുമാറാക്കും. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, സ്മോക്കിംഗ് കിൽസ്. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. ലിക്കർ ഡ്രിങ്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ബി സേഫ്, ഡോണ്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്. ജാഗ്രത, മദ്യപിച്ച് വാഹനം ഓടിക്കരുത്. ജയിക്കും ജയിക്കും എന്ന് പറഞ്ഞ് ചുമ്മാ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ജയിക്കാത്തത്. പണവും ശക്തിയും നമ്മൾ പൂർണ്ണമായും കളത്തിലേക്ക് ഇറക്കണം. ഇപ്രാവശ്യം നമ്മൾ ജയിച്ചിരിക്കും. നമ്മളെ തോൽപ്പിക്കാൻ ഇവിടെ ആരുമില്ല. ഇന്ന് കാലത്ത് 10 മണിക്ക് മുൻ കേന്ദ്രമന്ത്രി ശ്രീമാൻ നീലകണ്ഠൻ തന്റെ മണ്ഡലത്തിലെ പ്രവർത്തകരുമായി ഇലക്ഷനെ കുറിച്ചുള്ള കൂടിയാലോചന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അജ്ഞാതരായ ചിലരാൽ ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെടുകയുണ്ടായി. പട്ടാപ്പകൽ ഇങ്ങനെ ഒരു സംഭവം നടന്നതുകൊണ്ട് ജനങ്ങൾ മുഴുവൻ ഭീതിയിലാണ്. അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകർ നാട് മുഴുവൻ അക്രമം അഴിച്ചുവിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൊലപാതകത്തിന് പിന്നിൽ കേന്ദ്രമന്ത്രി ശിവശങ്കരനാണെന്ന് അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകർ ആരോപിച്ചു. നാട് മുഴുവൻ അദ്ദേഹത്തിന്റെ കോലം കത്തിക്കുകയും ചെയ്തു. കഴിഞ്ഞ 10 വർഷങ്ങളായി ഇവർക്കിടയിലുള്ള പൂർവ്വ വൈരാഗ്യമാണ് കുറയ്ക്ക് കാരണമെന്നാണ് സംശയിക്കപ്പെടുന്നത്. അതെ, അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞിട്ട് ഇത് എങ്ങോട്ടാ മുങ്ങിയേ? ചേട്ടന്റെ വീട്ടിലേക്ക് പോ. ഏത് ചേട്ടന്റെ വീട്ടിലേക്കാ? ചേട്ടന്റെ വീട്ടിലേക്കാ? ചുമ്മാരി, അവളുടെ അമ്മ വയ്യാതെ കിടക്കോ. അമ്മയും സെന്റിമെന്റ്സ് ഒന്നും കൊണ്ടുവരല്ലേ. നിന്നെ പറ്റിയുള്ള കംപ്ലീറ്റ് സാവര ജംഗമ വസ്തുക്കൾ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു കേട്ടാ. എന്നെ പറ്റി എന്താണ് നിനക്ക് അറിയുന്നത്? നിന്റെ റെയിൽ പാളത്തിൽ കൂടെയാണ് അമ്മ വണ്ടി ഓടിക്കാൻ പോകുന്നേന്ന് അല്ലേ? പറഞ്ഞു തീർക്കണ മുമ്പ് അടിക്കുന്ന എന്തിനാ? എന്നെ പ്രേമിച്ച് പറ്റിച്ചിട്ട് അടിക്കുകയാണല്ലേ? ഞാനാണ് നിന്നെ ലവ് ചെയ്തത്. നീയല്ലേ എന്റെ പുറകെ നടക്കുന്നത്? കുടിച്ചിട്ട് വന്ന് തോന്നുന്നത് പറയുന്നോ? ശരി, ഞാൻ നിന്നെ പ്രണയിക്കാന്ന് തന്നെ ഇരിക്കട്ടെ. ഞാൻ എവിടേക്ക് പോവാന്ന് നിനക്കറിയാലോ. നീ ശരിക്കും ഒരാണാണെങ്കി അബുവിന്റെ അടുത്തുനിന്ന് നീ എന്നെ വിളിച്ചോണ്ട് പോ, കാണാം. ഞാനാണെന്നോ അല്ല കേട്ടാ. പിന്നെ എന്ത് മണ്ണാങ്കട്ടയ്ക്കാടാ നീ എന്നെ സ്നേഹിച്ചത്? അല്ല, അതിനു വേണ്ടിട്ടാ. എന്തിനു വേണ്ടി? അതിനു വേണ്ടിയാന്ന് പറഞ്ഞില്ലേ? ആ ചേച്ചിക്ക് കാര്യം മനസ്സിലായി. അങ്ങനെയാണെങ്കിലും അബുവിന്റെ അടുത്ത് നിന്ന് എന്നെ രക്ഷിക്കും. ആ അബുന്റെ മുന്നിലേക്ക് എന്നെ തള്ളിവിട്ട് എന്നെ പടവാക്കാൻ നോക്കുകയാണല്ലേ. നിന്നേക്കാൾ കൂടുതൽ ഞാൻ എന്നെ തന്നെയാ സ്നേഹിക്കുന്നത്. നിന്നെ എനിക്ക് ആവശ്യമില്ല. വരട്ടെ. ചിക്ക് 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 ചിക്ക്. സാറേ, എന്തെങ്കിലും തന്ന് സഹായിക്കണം സാറേ. സാറേ, എന്തെങ്കിലും താ സാറേ. ഭക്ഷണം കഴിച്ചിട്ട് 2 ദിവസമായി സാറേ. ഈ കുഞ്ഞിനെ ഓർത്തെങ്കിലും എന്തെങ്കിലും തരണേ സാറേ. മൂക്കുമുട്ട കുടിച്ച് ബോധം കെട്ട് കിടക്കുന്ന കണ്ടില്ലേ? ഇവനെ ഞാൻ എങ്ങനെ എഴുന്നേപ്പിക്കും ഇപ്പം? ഡാ ജീവാ, ജീവ എഴുന്നേക്കടാ. ജീവാ, അയ്യോ, ഈ ടാങ്ക് മുഴുവൻ ബിയർ അടിച്ച് കയറ്റിയിരിക്കുക. ഇവനെ ഞാൻ എങ്ങനെ എഴുന്നേപ്പിക്കും? എടോ, ഞാൻ പ്രേമനൈരാശ്യം മൂത്ത് നല്ല കൂർക്കം വലിച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുക. ഡിസ്റ്റർബ് ചെയ്യാണ്ട് പോയാ. അതിനൊന്നും ഒരു കുറവുമില്ല. എടാ, നീ ഇങ്ങനെ കൂർക്കം വലിച്ച് കിടന്നുറങ്ങിയാ നിന്നെ സ്നേഹിക്കുന്ന ആ പെങ്കൊച്ചിന്റെ അവസ്ഥ എന്താവുന്നൊന്ന് ആലോചിക്കടാ. എന്റെ അവസ്ഥ എന്താവൂടാ? മുട്ടുകാരൻ നിന്നിങ്ങനെ തത്വം പറയാതെ ഒന്ന് പോവാൻ നോക്കേണ്ട ചേട്ടാ. നിനക്ക് ഞാൻ നല്ലൊരു ഷഡ്ഡി വാങ്ങിച്ചു തരാടാ. എനിക്കൊരു ചെറിയ ഹെൽപ്പ് ചെയ്യടാ. നീ ഹെൽപ്പ് ചോദിക്കുമ്പോ മാത്രം ഇങ്ങനെ മാന്യമായിട്ട് ചോദിക്കാല്ലേ, അല്ലാത്തപ്പോ എന്താ പ്രശ്നം? എന്റെ സ്വഭാവം അങ്ങനെ ആയി പോയതാടാ. പണം തട്ടി എടുക്കുന്ന പരിപാടിയില് ആ ഡ്രൈവർ ചെക്ക് പോസ്റ്റിൽ പെട്ടുപോയടാ. നീ വന്ന് വണ്ടി ഒന്ന് ഓടിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കടാ. നീ നിനക്ക് അതിന് പറ്റും. എന്നെ കൊണ്ട് പറ്റില്ല. ഡാ,
10 ലക്ഷം രൂപ തരാടാ. എന്താ 10 ലക്ഷം? അതേടാ, ഉള്ളതാണല്ലോ അല്ലേ? എടാ, എന്റെ മോളെ ഞാൻ നിനക്ക് കെട്ടിച്ചു തരില്ല എന്ന് പറഞ്ഞത് എത്രയ്ക്ക് സത്യമാണോ അതിനേക്കാളും 200% സത്യമാണോ ഇത്? അപ്പോ ഡീൽ. നീ എന്താ കാണിക്കുന്നത്? എന്റെ കാറിന്റെ ബാറാ? അല്ല ജീവ, നിന്റെ കാറ് കെട്ടാൻ ഒരു ബാർ ലുക്ക് ഉണ്ടല്ലോ. ഓക്കെ, ഇറങ്ങാൻ നോക്ക്. എടാ ജീവ, ഞാനും കൂടെ വരട്ടേടാ. എന്റെ പൊന്ന്, കൊള്ളയടിക്കാൻ പോയാൻ. അല്ല ജീവ, ഇതെന്താടാ ഇവന്റെ മുഖം കാണാത്ത? എന്നാ നമുക്ക് പോയാലോ? യുവമാരെന്താ അമ്മായിയമ്മയുടെ വീട്ടിൽ പോയി ഫുഡും കഴിച്ചോണ്ടിരിക്കുന്ന പോലെ ഇവിടെ തന്നെ അങ്ങ് സെറ്റിലായോ? കൊള്ളയടിക്കാൻ പോയ 2 തടിയന്മാരെയും കാണുന്നില്ല. സാധനം വാങ്ങിക്കാൻ പോയ ജീവൻ ഉണ്ടായിരുന്നു, അവനെയും കാണുന്നില്ല. ഞാനിവിടെ വന്ന് തനിച്ച് പെട്ടുപോവോ? പോലീസ് രാത്രി ഇവിടെ എന്താ പരിപാടി? മൂത്രം ഒഴിക്കാൻ നിന്നാ സാറേ. സാറേ ഞാനല്ല സാറേ, അവന്മാരെ സാറേ ഓടിക്കാൻ വന്നേ. പോലീസുകാരനെ കൈ വെക്കും. നമസ്കാരം. ഇന്ന് പലയിടങ്ങളിലായി ലഹള നടന്നുകൊണ്ടിരുന്ന അതേസമയം ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അഗസ്റ്റിൻ കുരുവിള അദ്ദേഹത്തിന്റെ സ്വന്തം വസതിയിൽ ഉണ്ടായിരുന്ന സമയത്ത് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച യുവാക്കളെ പോലീസ് തടയാൻ ശ്രമിച്ചു. ആ സംഘടനത്തിൽ 2 പോലീസ് കോൺസ്റ്റബിൾ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ സ്വത്തുവകകൾ മോഷ്ടിക്കപ്പെട്ടതായി പോലീസ് സംശയിക്കുന്നു. ബായ്, അവന്മാര് കൊണ്ടുപോയ കാശ് ഇതുവരെ നമുക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. ആ പെണ്ണിനെ പൊക്കിയാലോ? വണ്ടി നിർത്താൻ പറഞ്ഞ കേട്ടില്ലേ? നിർത്താൻ. വേണ്ട വേണ്ടെന്ന് പറഞ്ഞിരുന്നാ പറ്റില്ല. ഈ കല്യാണം നടന്നേ പറ്റൂ. നീ എന്താ വിചാരിച്ചിരിക്കുന്നേ? നിന്റെ അമ്മയെ പറ്റിയോ നിന്റെ കുടുംബത്തെ പറ്റിയോ നീ ആലോചിക്കുന്നുണ്ടോ? എന്റെ തലയിലെഴുത്തെന്ന് പറഞ്ഞാ മതിയല്ലോ. നീ എന്താ ഇങ്ങനെ? ഈ കല്യാണത്തിന് സമ്മതിക്കുന്നോ അതോ ഇല്ലയോ? ഇല്ല. എന്നാ പിന്നെ നീ ചാവുന്നാ നല്ലത്. ശരി, ഞാൻ ജീവൻ കളഞ്ഞോളൂ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ശരിയാവുന്ന. ഒരു തവണ നീ നിന്റെ വീട്ടുകാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവര് മാനം കെടുതല്ലേ, നിനക്കൊരു പ്രശ്നമില്ലല്ലേ? ഞങ്ങളെയൊക്കെ ജീവനോട് കാണണമെങ്കിൽ നീ കല്യാണം സമ്മതിച്ചേ പറ്റൂ. ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഓടിക്കൊണ്ടിരിക്കുക. അളിയൻ കാശ് കൊണ്ട് തന്നിട്ട് ജാൻസി മാഡത്തിനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞായിരുന്നു. കാശ് എവിടെ? വെളിയിൽ കാറിലിരിപ്പുണ്ട്. അവിടെ എത്തിക്കാണും. ഹലോ, കാശ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. ഫോണൊന്ന് ഗണേഷിന്റെ കൈ കൊടുക്കൂ.
ഹലോ. അല്ല നീ? അല്ല, ഞാൻ പുള്ളിയുടെ അളിയനാണ്. ശരി, സാരല്ല. അബുവിന്റെ ഫോൺ കൊടുക്കാം. ഒന്ന് ഹോൾഡ് ചെയ്യണേ. അബു, വെരി സോറി അബു. ഈ പയ്യനെ കേൾപ്പിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്തായാലും നിങ്ങളുടെ പൈസ എടുത്തിട്ട് ആ പയ്യനെ അങ്ങ് തീർത്തേക്ക്. ഒന്നുകൂടെ പറ. അബു, ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ പണം എടുത്തിട്ട് അവനെ അങ്ങ് തീർത്തേക്കാൻ. അവൻ ജീവനോടെ ഇരുന്ന നിങ്ങൾക്കും എനിക്കും പ്രശ്നമാണ്. ശരി, എന്നാൽ അങ്ങനെയാവട്ടെ. അയാളുടെ മോനെ പറഞ്ഞേച്ചേക്ക് അങ്ങോട്ട്. ഇവൻ പോയില്ല. അബൂജി, കാറിൽ പൈസയൊന്നുമില്ല. അബു, അയ്യോ, അയ്യോ, അബു, 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 അയ്യോ. അളിയാ, കൊടുത്തോടാ. കൊടുത്തോന്നാ? എടുത്തായിരുന്നു. എന്തെടുത്തെന്ന്? പണം തന്നെ, മൊത്തം ബാഗ് എടുത്ത് ഞാൻ. നീ എന്തിനാ പണം എടുത്തേ? അവന്മാരെ എന്നെ തട്ടാൻ നോക്കിയെന്നേ. എന്റെ ബാഗ് കൊണ്ട് ജസ്റ്റ് മിസ്. എങ്ങനെയാണ് ഇതൊക്കെ? അവന്റെ മുറപ്പെണ്ണിനെ മുന്നിൽ നിർത്തിയിട്ട്. നീ ഇപ്പൊ എവിടെടാ? ഹലോ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കില്ലേ? ബാറ്ററി ലോ ആണ് ഇപ്പൊ തന്നെ. അളിയൻ ഇപ്പൊ തന്നെ തെറിച്ചോ, അല്ലെങ്കിൽ പീസ് പീസായിട്ട് വീട്ടിൽ പോകും. അയ്യോ, അയ്യോ, എല്ലാം പോയല്ലോ. ഒന്ന് നിർത്തിക്കേ, അത് പറയാനല്ലേ ഞാൻ വിളിച്ചേ. അയ്യോ, ഞാൻ ഓടിപ്പോ ഒളിച്ചിരിക്കണമെന്നോ? അയ്യോ, എനിക്ക് വയ്യ. അയ്യോ, അയ്യോ, എടി എഴുന്നേക്കടി, എഴുന്നേക്കടി, എഴുന്നേക്കാൻ ഇങ്ങോട്ടാണോ? എല്ലാം കുളവാക്കി. നിന്റെ അനിയെന്ന് പറയുന്നത് അവനെല്ലാം നാശൂലമാക്കി. എടുത്തോ, ഇന്നാ ഈ ബാഗിനകത്തോട്ട് എടുത്തു വെച്ചോ. ഇവിടുന്ന് എങ്ങോട്ടേലും പോകണം. അതാ ഇപ്പോഴത്തെ അവസ്ഥ. ഇവിടെ നിന്ന് നമ്മള് കാലപുരിയിലേക്ക് പോകേണ്ടി വരും. ലൈഫ് തന്നെ തൊലയാൻ പോവുകയാണ്. അതിനിടയ്ക്കാണ് നിന്റെ പേപ്പർ അന്വേഷിക്കുന്നത്. കൊണ്ടുപോവാ. നിന്റെ അപ്പം വരുന്ന ലക്ഷണം ഒന്നും കാണില്ല. ഡ്രൈവർ വണ്ടി എടുക്ക്. അബു, അബു, പഠിച്ചവരെ, ഞാൻ മാക്സിമം ട്രൈ ചെയ്തു. പറയൂ. ഹലോ,
നിനക്ക് ഝാൻസിയെ വേണോ? ലൈറ്റ് ഹൗസ് ബ്രിഡ്ജിന് അവിടേക്ക് വാ. ഓക്കെ ഞങ്ങൾ എത്തിക്കോളാം. ഭയങ്കര ടെൻഷൻ ആണ്ട, അബു വരട്ടെ, സമാധാനമായിട്ടിരിക്കുക. അബു, ജാൻസി എവിടെ? അതാണ് നിന്റെ ജാൻസി. എടുത്തോണ്ട് പോ. ആരാടാ മരുന്ന് ചേർത്ത്? എന്റെ കുടുംബത്തിൽ കയറി എന്റെ ഉപ്പയെ കൊന്നു. എന്റെ കുടുംബത്തിലെ പെണ്ണിനെ പിടിച്ചോണ്ട് പോയി. എന്റെ ഉപ്പയുടെ കബറടക്കം നടക്കുന്നതിന് മുമ്പ് ആ പൈസയും അവൻ പിടിച്ചുകൊണ്ടുപോയവളെയും തിരിച്ചു തന്നില്ലെങ്കിൽ നാളെ നീയും ഇതുപോലെ ഒരു പിടി ചാരമായി മാറും. ഇവനെന്തിനാ ഇറങ്ങി പോകുന്നേ? എനിക്ക് തല കറങ്ങുന്നുണ്ട്. ഇനി എന്തൊക്കെ നടക്കുമെന്ന് കണ്ടറിയണം. ഞാൻ വെറുതെ ഒരു തമാശക്ക് പറഞ്ഞതാ. അവൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തല്ലോ. തല കറങ്ങുന്നുണ്ടല്ലേ? എന്നാ ഈ കൂൾ ഡ്രിങ്ക്സ് കുടിക്കാൻ. ഇതില് കള്ളം മിക്സ് ചെയ്തിട്ടുണ്ടോ? അതെ. രണ്ടെണ്ണം അടിച്ചാ വിശക്കും. ഇവിടെ അടുത്തൊരു ധാബയുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയാലോ? എന്താ ഇവിടെ നിറച്ച ആൾക്കാരാണല്ലോ. അവിടെ ആരും ഇരിക്കുന്നില്ല. എന്താ മച്ചാങ്ക പാരടാ. ട്രൈ പണി പാക്കല. നമ്മളിനി എവിടേക്കാ പോകുന്നത്? പിടിക്കപ്പെടുവോ? ഞാനൊന്ന് ആലോചിക്കട്ടെ. കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കേ, സെറ്റ് ആക്കാം. ഞാൻ നോക്കിക്കോളാന്നേ. എവളോ ആണെന്നാ? എവളോന്ന് സൊല്ല്. അല്ല, എനിക്ക് മനസ്സിലായില്ല. പുരിയില്ലയാ ലോറി ഓട്ടർ താൻ വേല കൊഞ്ചം റേത്തി വിട്. ഇല്ല, എനിക്ക് തമിഴ് അറിയാൻ പാടില്ല. നിങ്ങൾ ചെല്ല്, വേഗം ചെല്ല്. നീ இந்த പൊണ്ണു കിட்ட കൊഞ്ചം കേട്ട് പാറ്. അവര് എന്തൊക്കെയാ പറയുന്നത്? ഒന്നുമില്ല, നീ ഒന്നും മിണ്ടാതിരുന്നേ. ചേട്ടൻ ചെല്ല്. എന്താന്ന് പറഞ്ഞതാ എന്നോട്? ഇങ്ങോ, നിന്റെ റേറ്റ് എത്രയാന്നാ ചോദിക്കുന്നേ?
Yes. അയ്യോ ഏരിയയില് വന്ന് കേക്കിട്ടയാ വാടാ ചുമ്മാ വിടാതെ എന്നും നിന്നെ കാണുമോ നിൻ പക്കം സ്വർഗം പോലെ ഒരു വട്ടം കൂടി പോരുമോ എൻ പക്കം നീ എൻ പൂവേ എന്നും നിന്നെ കാണുമോ നിൻ പക്കം സ്വർഗം പോലെ ഒരു വട്ടം കൂടി പോരുമോ എൻ പക്കം നീ എൻ പൂവേ ശ്രുതി ചേരുമോ ശ്രുതി ചേരുമോ ഇനി ചമക്ക് ചമക്ക് ശ്രുതി പാടാം നദിയോരടി വിളയാടുമോ ഒരു രാജയോഗമേ നേരം ഇന്നീ നേരം പൂക്കും പൂക്കും എന്നാശയും തീരം തേടും നിന്നാശയും തീരം തേടും പാട്ട് ഞാൻ പാടിപ്പോയാൽ ആ പാട്ടിൽ നീ ആടുമോ ഇപ്പോഴും നീ എന്നോടൊപ്പം ആടിച്ചേരുമോ ഈ പാട്ട് നീ പാടിപ്പോയാൽ ആ പാട്ട് ഞാൻ ആടിയിടാം എപ്പോഴും ഞാൻ നിന്നോടൊപ്പം ആടിച്ചേർന്നിടാം ഈ ജന്മവും എന്നോടൊപ്പം ഒന്നായി തീരും നിമിഷമിതോ നിന്നെഞ്ചിലെ സുഖമായി ഞാനും വന്നിടുവാൻ ഒന്നായി ചേരാം ഈ ജന്മവും നിന്നോടൊപ്പം ഒന്നായി തീരും നിമിഷമിതോ നിന്നെഞ്ചിലെ സുഖമായി ഞാനും വന്നിടുവാൻ ഒന്നായി ചേരാം ഇപ്പോ വിട്ടാൽ എപ്പോ വരും എന്നീ നേരം താൻ എന്റെ ഉള്ളം തേടും തേടും നിന്റെ ഉള്ളം നേടും നേടും എല്ലാം വന്നു ചേരും നേരം എന്റെ നേരം നിന്റെ നേരം എന്താ എന്നെ അനുഗ്രഹിക്കാതെ എവിടെയാ നിങ്ങൾ പോകുന്നത് അവളുടെ ഒരു ഇത് കണ്ടോ ജീവ വെച്ച് കയ്യ വെച്ച് ഏതോ ഏതോ നിഴലായി മാറി നിന്നെ ചുറ്റി എന്നും ഒന്നായി ചേർന്നു പാടിക്കൂത്താടുമ്പോൾ നിന്റെ ഉള്ളം ഞാൻ കേൾക്കുന്നു പെണ്ണെ നിന്നെ കൊഞ്ചിച്ചിടാൻ ഉള്ളം കൊതിപ്പൂ മഞ്ഞൾ മൂടും കുഞ്ഞിപ്പൂവായി നിന്നോടൊപ്പം ഇഷ്ടം കൂടാ ആകാശത്തിൽ കൊട്ട കെട്ടി അഞ്ജനത്തിൽ നിന്നോടൊപ്പം മാറിപ്പാടാൻ മനോഹരി കൈരാഗത്തിൽ ഒന്നായിടാം മനസാൽ പെണ്ണെ സ്വപ്നത്തേരിൽ പാറി നടക്കാം എപ്പോഴും ഞാൻ നിന്നെ ചുറ്റിടാ വന്നു
വന്നു എന്റെ മനസ്സിൽ, എന്റെയുള്ളം നിന്റെ തപസിൽ. ഇന്നേ ദിനം ആനന്ദത്താൽ കൂടുന്നിതാ ആമോദത്താൽ. നിനക്ക് നോക്കിയപ്പോ കൂടെ കണ്ണുണ്ടോ നിനക്ക്? നീ കളിക്കുക തീർന്നുള്ള ഞാൻ പോടാ. നീ നമ്മുടെ ആള് തന്നെയല്ലേ? എന്നാലും സ്വന്തം മോനെ വിട്ടു തരാൻ പറ്റില്ലല്ലേ? ഇപ്പോഴും ഒന്നും അവസാനിച്ചിട്ടില്ല. അവൻ എവിടെയാണെന്ന് മര്യാദയ്ക്ക് പറ. സത്യമായിട്ടും എനിക്കറിയില്ല. മോനും അപ്പനും കൂടി ഞങ്ങളെ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് കരുതിയിടാം. സാർ, അവനെ എന്തുവാണെങ്കിലും ചെയ്തോ സാർ. എന്നെ വെറുതെ വിട്ടേക്ക് സാർ. സാർ, നമ്മൾ പറയുന്നൊന്നും ഇവൻ കേൾക്കുന്നു തോന്നുന്നില്ല. അവന്റെ ട്രീറ്റ്മെന്റ് ഉടനെ തുടങ്ങുന്നതായിരിക്കും. എന്നാ തുടങ്ങിക്കളയാ, അതാ കറക്റ്റ്. വെറുതെ കിടന്ന് അഭിനയിക്കല്ലേ? എടാ പൊട്ട, ഞാനിതുവരെ സ്വിച്ച് ഓൺ ചെയ്തിട്ടില്ല. സ്വിച്ച് ഇട്ടില്ലായിരുന്ന എനിക്കെന്തോ ഒരു വിറയല് പോലെ വന്നതാ. അവന്റെ ഒരു കോമഡി. നിക്ക്, ഇപ്പൊ ശരിയാക്കി തരാം. വേണ്ട സാർ, വേണ്ട സാർ. ഹലോ സർ, അവന്റെ സെൽഫോൺ സിഗ്നൽ കണ്ടെയ്നർ റോഡ് വഴി ചെന്നൈയിലേക്ക് മൂവ് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ ആ കാര്യത്തിലൊരു തീരുമാനമായി. ശരി 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 ശരി, ഞാൻ അബുവിനോട് പറഞ്ഞേക്കാം. അബുവിന്റെ അടുത്ത് എന്തിനാ പറയുന്നേ? നമുക്ക് പോയ പോരെ? നമ്മളല്ല, നീ മാത്രമാണ്. നീ Excuse me, come in. Your bill, ma'am. Nice. 600. അവിടെ വെയിറ്റ് ചെയ്യട്ടോ. എന്താ ഇവിടെ ഉണ്ടായിരുന്ന ബാഗ് എടുത്തോണ്ട് പോയി. കത്തി വേണ്ട, എനിക്ക് ബാഗ് ഒന്നാ മതി. കുത്തല്ലേ അതിന്റെ ഉള്ളില് ഒന്ന് തുറന്നു നോക്ക്. അപ്പൊ മനസ്സിലാവും. തുറന്നു നോക്ക്. കത്തി ഉള്ളില് കണ്ട അത് കളനോട്ടാ. കണ്ട അതിനകത്തൊന്നുമില്ല. മനസ്സിലായില്ലേ? സൂക്ഷിച്ചു പോണേ, കത്തി വേത്ത് കുത്തിക്കാറില്ലേ? എവിടെയാടി അവൻ? അറിയില്ല.
അറിയില്ല. മര്യാദക്ക് പറഞ്ഞോ നീ പറയടി. നീ മര്യാദക്ക് പറയില്ലേ? നിൽക്ക്. ഓടുന്നതിനാ? ഞാൻ പോലീസാ, പേടിക്കണ്ട. അവിടെ കണ്ടോ? അവരെന്നെ കൊല്ലാൻ വരാ. ഇതും പോലീസുകാരനാ. താൻ ഇടപെടേണ്ട കാര്യമല്ല. ഇത് ഞങ്ങളുടെ തമ്മിലുള്ള വിഷയം ഞങ്ങൾ തമ്മിൽ തീർത്തോളാം. നീ ഇതിനകത്ത് തലയിടണ്ട. നോക്കിയേ, അവളെ സഹായിക്കാൻ നോക്കി താൻ തന്റെ ജീവൻ കളയണ്ട കേട്ടോ. ആരോടാ സംസാരിക്കുന്നത്? അങ്ങോട്ട് എന്താ ചെയ്യുക? കേറങ്ങോട്ട്. എന്താടാ കാര്യം? അക്കൗണ്ടിലേക്ക് വന്ന 50,000 ഏതാ? ആ പൊള്ളാച്ചിയിൽ വീഡിയോ പരിപാടി നടത്തിയില്ലേ, അവരയച്ച പൈസ ഏത്? ഇവന്മാരുടെ അടുത്ത് നിന്നൊക്കെ ഇങ്ങനെ ഊറ്റാൻ പറ്റൂ? പോകുന്ന വഴിയിലൊന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ? ഞങ്ങള് 3 പേരെയും പ്ലീസ്. താങ്ക് യു. അല്ല, നിങ്ങളുടെ നാട് എവിടെയാ? ഞങ്ങള് കൊച്ചിയിലാ സാറേ. കൊച്ചിയിലെവിടെയാ? കൊച്ചിയില് കൊണ്ടന്നൂർ. നിങ്ങളെ കണ്ടിട്ടെന്തോ പ്രശ്നമുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ. സാർ, ഞങ്ങൾ 2 പേരും പ്രണയത്തിലാ. അതുകൊണ്ട് വീട് വിട്ട് ഇറങ്ങിപ്പോന്നതാ. പാരന്റ്സ് ഒന്നും അറിഞ്ഞിട്ടില്ല. നിങ്ങൾ 2 പേരും ഇഷ്ടത്തിലാണെന്നോ? ഇവർ 2 പേരും അല്ല, അവളുടെ തൊട്ടടുത്ത് വേറൊരുത്തിന് ഇരിപ്പില്ലേ, അവനാണ് ഇവളുടെ ലവർ. നീ ചേച്ചിയല്ല, ഒരു പൂച്ചയല്ല. പറഞ്ഞാ മാറ്റടാ. മാറ്റാനല്ലേ പറഞ്ഞത്? സോറി സാർ, ഞാൻ നുണ പറഞ്ഞതാ. വീട്ടിൽ നിന്ന് വിളിച്ചോട് പോന്നതാ. എല്ലാരും ഞങ്ങളെ പുറകെ തന്നെയാ. ദയവിത് സാർ ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. സർ പ്ലീസ്, ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യൂ. പേടിക്കണ്ട, എന്റെ വീട് കൊള്ളാം സാറേ. മുകളിലേക്ക് റൂമുണ്ട്. ഫീൽ ഫ്രീ. ഓക്കെ, നിങ്ങളെല്ലാരും ഫ്രഷ് ആയിട്ട് വാ. അളിയൻ ഏതെങ്കിലും ലോഡ്ജിലേക്ക് അല്ലേ, ഞാൻ വിളിക്കുമ്പോ അപ്പം ഇങ്ങോട്ട് വന്നാൽ ഞാനും നിന്റെ കൂടെ അമ്മമാർക്ക് വല്ല സംശയം തോന്നും. എന്താടാ? What a wonderful domestic explosion of India of America.
തീരാറായി. ഞാനൊന്ന് കാണട്ടെ. കാശ് അയ്യോ എന്നെ കണ്ടല്ലോ. അങ്ങനെ ഓടിപ്പോന്നു. ഇനി വേണം കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ. ജീവ, നാട്ടിൽ ഞങ്ങൾക്ക് വേറൊരു സ്ഥലമുണ്ട്. നിങ്ങൾക്ക് സുഖമായിട്ട് അവിടെ പോയി താമസിച്ചൂടെ? അയ്യോ, ഇത് തന്നെ വലിയ ഉപകാരം. ഇനിയിപ്പോ വേറെ വീടൊന്നും വേണ്ട സാറേ, ഞങ്ങളോക്കെ. അതൊക്കെ ഇനി പ്ലാൻ ചെയ്യണം. എപ്പോഴാന്ന് അത് നോക്കിയിട്ട് എപ്പോഴാന്ന് വെച്ചാൽ ചെയ്യും. സമയമുണ്ടല്ലോ നമുക്ക്. അപ്പോ ആ ബാഗിലിരിക്കുന്ന പണവും ലൊക്കേഷൻ ഇവിടെ കാണിക്കുന്നത്. അകത്ത് പോയി നോക്ക്. ഇത് ഞാൻ നോക്കി. അളിയ, ആ കപ്പിൾസ് രക്ഷപ്പെട്ടു. പക്ഷെ കാശ് നമ്മൾ അടിച്ചിട്ടു. ഇനി ലൈഫ് സെറ്റ്. അത്യാഗ്രഹം മൂത്ത അന്യായ മാർഗത്തിലൂടെ എന്നെ സമ്പാദിക്കാൻ ശ്രമിച്ച
ഇതായിരിക്കും അതിനുള്ള ശിക്ഷ.